ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു കല്യാണ വ്ളോഗാണ്. നിങ്ങൾ കുറേ ആൾ എൻ്റെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, ഡെയിലി വ്ളോഗെല്ലാം ചെയ്യുമോ എന്ന് വെച്ചപ്പം ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അതൊരു വ്ളോഗായിട്ട് എടുക്കാം. അല്ല പോയപ്പോൾ നമുക്ക് മുല്ലപ്പൂ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ പുലർച്ചൊക്കെ എണീച്ചിട്ട് പുലർച്ചോ നല്ല വെയിലെല്ലാം വന്ന് ഞാൻ ഇങ്ങനത്തെ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുഖത്ത് ഇങ്ങനെ കള്ളിക്കള്ളിയിൽ വെയിലടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുല്ലപ്പൂ വാങ്ങാൻ പോകുന്നതാണ്. പിന്നെ എൻ്റെ മൈലാഞ്ചി ഉണ്ടാവും, നല്ല രസമില്ലേ? എൻ്റെ ചേച്ചിമാരുടെ കയ്യെല്ലാം ഞാൻ മൈലാഞ്ചി ഇട്ട് കൊളാക്കി കൊടുത്തിന്. പക്ഷെ എനിക്ക് സുന്നി മൈലാഞ്ചി ഇട്ട് തന്നിന്. അതുകൊണ്ട് എൻ്റെത് മാത്രം നല്ല വൃത്തിക്കും അവരതെല്ലാം താമര പല ഷേപ്പിലുമാണുള്ളത്. അപ്പം എന്തായാലും നമുക്ക് ഇനി മുല്ലപ്പൂ വാങ്ങാൻ പോകണം. മുല്ലപ്പൂ വാങ്ങാൻ പോയിട്ട് വന്നിട്ട് സാരിയാണ് ഉടുക്കുന്നത് നമ്മളെല്ലാവരും. ഞാൻ ശിവരാത്രിൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഉടുത്ത സാരിയാണ് ഞാൻ ഇന്ന് ഉടുക്കുന്നത്. ഈ വെയിൽ എന്നെ കാണുന്ന തന്നെ ഇല്ല. ഓക്കെ, മൈലാഞ്ചി വെച്ച് ദീപ വെച്ചി കൈ കാണിക്ക്. ഞാൻ പറഞ്ഞില്ല ഇവരെ കൈയെല്ലാം ഞാൻ കൊളാക്കി കൊടുത്തിനെന്ന്. ഇതെൻ്റെ കഴിവാണ്. എനിക്ക് ഈ ഒരു ഇതിൽ മാത്രം ദൈവം കഴിവ് തന്നിട്ടില്ല കൈസ്. അതുകൊണ്ട് ഞാൻ അതെന്തെല്ലോ കൊളാക്കി വെച്ചു കൊടുത്തിന്. അപ്പം മുല്ലപ്പൂ വാങ്ങാൻ വന്ന് തിരിച്ചു വന്ന് സാരി ഉടുക്കണം. സാവി ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്. വന്നിട്ട് സാവിനെ എണീച്ച് കുളിപ്പിച്ചിട്ട് എന്തെല്ലോ പരിപാടി ഉണ്ട്. അപ്പം നമ്മൾ വേഗം മുല്ലപ്പൂ വാങ്ങിയിട്ട് വരട്ടെ. നമുക്ക് ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് കാണാം കേട്ടോ. ഞാനും ദീപേച്ചി ഹെൽമെറ്റിലിട്ട് സെറ്റപ്പ് ആയിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത്. നമ്മളുടെ അടുത്ത് കുറച്ച് ദൂരമുണ്ട് ടൗണിലേക്ക്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. 6 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. ആകാശത്തിൻ്റെ എല്ലാം ഒരു ഇതൊക്കെ ഐസ്ക്രീം പോലെയില്ലേ മേഘത്തിൻ്റെ എല്ലാം. സെറ്റും കൊത്തി നല്ല അടിപൊളി മലയാളം പാട്ടും കേട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് അവത നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. കച്ചവടക്കാരത്തി എത്രയാ ഒരു മുളത്തിന്? ഈ ഒരു ടൈപ്പ് മുല്ലപ്പൂവാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. ഇതിനെ ചക്കമുല്ലാന്ന് ഉണ്ടമുല്ലാന്ന് അങ്ങനെയെല്ലാം പറയും. പിന്നെ ഈ ഒരു മുല്ലപ്പൂണ്ട് ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഇതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഇത് വെച്ചാൽ ഒരു വൃത്തിയും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉണ്ടമുല്ലാന്ന് വാങ്ങുന്നത്. നമ്മൾ ഏകദേശം 10 മുള വാങ്ങിയിട്ടുണ്ടായിന്. എനിക്ക് ഈ മുല്ലപ്പൂ വലിയ താല്പര്യമുള്ളൊരു കാര്യമൊന്നും അല്ല. പക്ഷെ ഇതുപോലത്തെ കല്യാണ സീസണെല്ലാം വരുമ്പോൾ ആ ഒരു ടൈമിൽ സാരി ഉടുക്കുമ്പോൾ മാത്രം ഞാൻ ഈ മുല്ലപ്പൂവിനെ ആശ്രയിക്കലുണ്ട് ഗൈസ്. സാരി എടുക്കുമ്പോൾ മുല്ലപ്പൂ ഉള്ളത് ഒരു രസമല്ലേ? ബൈ ഗൈസ്, നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അത്രയുണ്ട് ഞങ്ങൾ രണ്ടാളെ കോല. ഇന്നലെ വരച്ച മൈലാഞ്ചി മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചോദിട്ടില്ല. എന്റേത് നല്ലോണം ചോദിച്ചില്ല. ഞാനും അങ്ങനെ രാത്രി ഇട്ടിട്ട് രാവിലെ കളഞ്ഞ തന്നെ. എണ്ണയൊന്നും തേച്ചിട്ടില്ല. പക്ഷെ എന്റെ നല്ല ചോദിട്ടില്ലേ? അത് ശരി തന്നെ. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി നമ്മള് വീട്ടിൽ പോട്ട്. നമ്മളെ വീട്ടിലെത്തുമ്പോഴേക്ക് ഏച്ചെല്ലാം ഉറങ്ങി എണീച്ച് സെറ്റായി കുളിച്ചിട്ടെല്ലാം നിൽക്കുന്നുണ്ട്. അമ്മു സാരി അയൺ ചെയ്യുന്നും കൂടി ഉണ്ടായിരുന്നു. ഇവനെ കാണുമ്പോ സഹതാപുണ്ട്. പക്ഷെ എന്നാലും ചിരി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാലില്ലേ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് എവിടെ പൊട്ടിയിട്ടുണ്ടായത്? തല പൊട്ടിയിട്ട് മുടി ചുരണ്ടിട്ട് നല്ല പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിന്. അപ്പൊ ഈ ബർത്ത്ഡേക്കെങ്കിലും നല്ല പിക്ക് എടുക്കാന്ന് വിചാരിക്കുമ്പോ മുഖമേ ഫുള്ളായിട്ട് അവ ഇതാക്കി വെച്ചിന്. ഗായ്സ്, ഇതാണ് എന്റെ സാരി. ഒരു കല്യാണി കോട്ടന്റെ സാരിയാണ് കേട്ടോ. ഞാൻ ശിവരാത്രി കൊടുത്തിട്ടുണ്ടായിന്. നിങ്ങളെന്താ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കുളിക്കണം. ഞാൻ കുളിച്ചിട്ട് വേണം സാവിനെ കുളിപ്പിക്കാൻ. അപ്പം ഞാൻ കുളിക്കാൻ പോട്ടെ. സാവിനെ ഞാനൊരു മയത്തിൽ നമുക്ക് കല്യാണത്തിന് പോണ്ടേ ഏതെല്ലാം ആക്കിയിട്ട് ഉറങ്ങി എണീപ്പിച്ച് കുളിപ്പിച്ചിട്ട് ടിവിന്റെ മുമ്പിൽ ഇരുത്തിയില്ലെങ്കിൽ എന്നെ അവൻ കച്ചറാക്കി കൊണ്ടൊക്കെ മാറ്റാൻ വിടൂല. ഇനി എനിക്ക് റെഡി ആവണം. വേണം എനിക്ക് മേക്കപ്പ് ചെയ്യേണ്ട ആദ്യത്തെ മുഖം കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ മേക്കപ്പ് കലാവിരുദ്ധ ഞാൻ ഈ മുഖത്ത് ചെയ്ത് തീർക്കാൻ പോവുകയാണ്. സ്വാഗിങ്ങൂസേ, അനക്കറിയൊന്നുമില്ലേ മേക്കപ്പ് ഇടാനൊന്നും. വന്നാലും ഞാൻ എന്തെല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കും. ഇപ്പം ഞാൻ കാണിച്ച മേക്കപ്പ് ഇട്ട കുട്ടീൻ്റെ മമ്മിയാണ് ഇത്. ദീപേച്ചിൻ്റെ സാരി നല്ല രസമില്ല. ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല രസമുണ്ടായിന്. ബ്ലൗസ് എല്ലാം അടിച്ച് നല്ല പെർഫെക്റ്റ് ഉണ്ടായിന്. ഏച്ചി കൊടുത്തിട്ടും എല്ലാം കൂടി ഒരു നല്ല മുഞ്ചുണ്ടായിന് കാണാൻ. നമ്മളാണെങ്കിൽ എത്ര നേരത്തെ ഉറങ്ങി എണീച്ചാലും ഏറ്റവും ലേറ്റ് ആയിട്ട് മാറ്റി കൈകൾ വെളിച്ചെന്തായെന്ന് ഹോൺ അടിച്ച് അലമ്പാക്കുന്നുണ്ടായിന്. അങ്ങനെ എങ്ങനെയല്ലോ റെഡി ആയിട്ട് നമ്മൾ ഓടി താഴേക്ക് പോയി. എനിക്കെന്തോ ഞാൻ റെഡി ആയത് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും നമുക്കിനി നിൽക്കാൻ ടൈമില്ല ഗൈസ്. നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. വേണ്ടേ വീഡിയോ എടുക്കണ്ടേ അമ്മ? ഇഷ്ടമല്ലേ എടുക്കുന്നേ? എന്താണ് സങ്കടം മുഖം വെച്ചത്? വെച്ച് നോക്കിയേ, അപ്പടി ചിരിച്ച് ചായക്ക്. കഷ്ടകാലത്തിന് സാവിനെ ഞാൻ ഈ ഒരു ജീപ്പിൽ കയറ്റിയിരുത്തി. അവൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാതെ വെച്ചിട്ട് ഞാൻ കയറ്റിയിരുത്തിയതാണ് ഗൈസ്. പിന്നെ അവൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു വക ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. വലിയ ജീപ്പ് ഓടിക്കാൻ അറിയുന്ന തൊണ്ടച്ചനെ പോലെ അതെല്ലാം പിടിച്ച് തിരിച്ച് കളിക്കുന്നല്ലുണ്ടായിരുന്നു. അവനെല്ലാം ശ്രദ്ധിക്കുന്ന ഗിയർ മാറ്റുന്നല്ലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കി പിടിച്ചിറക്കി അവൻ ഉള്ളിൽ കയറേണ്ട വെച്ചിട്ട്. അതിന് ദേഷ്യം പിടിച്ചിട്ട് ഇരിക്കുന്നതാണ് ഇത്. ഇതെന്നെ സീനിയർ ഏച്ചിയാണ്. ആ ഏച്ചിനെ പോലെ ഒരു ലേശം പോലും മൈൻഡ് ആക്കിയിട്ടില്ല സാർ. എങ്ങനെയെല്ലാം പിടിച്ച് വലിച്ച് ഞാൻ ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ കൊണ്ടുപോയി ഇരുത്തി. പിന്നെ അവനൊരു കരച്ചിൽ തുടങ്ങി. എനിക്ക് ഒന്നും തിരിച്ചില്ല. സാരിയെല്ലാം മടക്കി കുത്തി അവനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എങ്ങനെയല്ലോ അവനെ ഉറക്കി. ഫോട്ടോ പോലും ഞാൻ എടുത്തിട്ടില്ല ബ്രൈഡിന്റെ ഒപ്പം. അങ്ങനത്തെ കരച്ചിലായിരുന്നു സാവി കരഞ്ഞത്. ഫുഡ്
കഴിക്കാൻ കയറിയിട്ട് ഒരു ഐസ്ക്രീം കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ അവൻ ഉറക്കുന്നത് പൊന്നാനോ പറ്റുന്നുണ്ടോടോ നാവീനെ കാണാൻ ടോട്ടലി ശ്രീനെ പോലെയാണ്. എന്നാലും ദേഷ്യം പിടിക്കുമ്പോൾ അവൻ്റെ ഒരു എക്സ്പ്രഷനിൽ ശരിക്കും ശ്രീനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അവന് അച്ഛന്മാരെ സെയിം കോപ്പി കാറ്റായിട്ട് മക്കൾ വരുന്നുള്ളത് സവീനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി ഒരു സ്പ്രൈറ്റ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടെ. അങ്ങനെ അതെല്ലാം കുടിച്ച് നമ്മളവിടെ ഇരുന്ന് ഇനിയിപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ കയറണം എന്ന് പറഞ്ഞു വലിയച്ഛൻ. അപ്പോൾ അവരെ ബസ് എടുത്താലല്ലേ നമുക്ക് ബാക്കിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ആടെ ഇരുന്ന് കുറേ കഥ എന്തെന്നില്ലാത്ത ചൂടുണ്ടായി നിന്ന്. അതുകൊണ്ട് സാവിയെല്ലാം ഇങ്ങനെ വേർത്ത് ഒലിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഞാനും ഭയങ്കര ടയർഡായി പോകുന്നുണ്ടായിരുന്നു. ചെക്കൻ്റെ വീട്ടിലെത്തിയ സമയത്ത് ഇതുപോലെ കുറേ ഫ്രൂട്ട്സാണ് ഉണ്ടായത്. ഭയങ്കര റിലീഫ് തോന്നി. ആ ചൂടെടുത്തിട്ട് പോയിട്ട് ആ ഫ്രൂട്ട്സ് എന്നപ്പോൾ ഒരു സമാധാനം. നമുക്ക് അടുത്ത് ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും കല്യാണം ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ. അത് നമ്മൾ തീരെ മിസ്സാക്കാൻ അടിച്ചു പൊളിച്ചിരുന്നു ഗൈസ്. പിന്നെ ഏടെ മിറർ കണ്ടാലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ അതെനിക്ക് നിർബന്ധം. ഇതന്നെ ആരതി വിനോദിന്റെ ധാവണി നല്ല രസമുണ്ട്, മാറ്റിയിട്ട് രസമുണ്ടെന്ന് നമ്മട്ട് വെറുതെ ഞാനിങ്ങനെ അവളെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കലേನು. വെറുതെ അല്ലാടാ, ശരിക്കും രസമുണ്ടായിന്. ഇതാണ് എൻ്റെ സാരീൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടോട്ടലി ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് ഗൈസ്, ക്ഷീണം വന്ന് ഗൈസ്. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ടയേർഡ് എന്നെല്ലാം പറഞ്ഞാൽ ടയേർഡിൻ്റെ അങ്ങേ അറ്റമായി മരിച്ച്. ചൂടുണ്ടായിരുന്നു നല്ലോണം. പിന്നെ സാരിയെല്ലാം എടുത്ത് സാവീൻ്റെ കുറേ കരച്ചില്, സാവീനെ തട്ടിയിട്ട് അങ്ങോട്ട് നടക്കല് ഇങ്ങോട്ട് നടക്കല്, ഞാൻ ആകെ എന്തെല്ലോ ആയിപ്പോയി. പിന്നെ എൻ്റെ ഈ ഒരു മാല ഞാൻ ലൈക്ക എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു ചോക്കറാണ് വരുന്നത് ഇതുപോലെ. ഇതിൻ്റെ അപ്പുറം ഇയറിങ്സും കൂടി ഉണ്ട്. നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഞാനതെല്ലാം ഊരി വെച്ച് ഇനിയിപ്പോൾ ഈ മുഖമെല്ലാം ഒന്ന് കഴുകി മേല് കഴുകി ഒരു മാക്സി എടുത്ത് ഇട്ടാലേ എനിക്ക് സമാധാനമാവും. അത്രക്കും ക്ഷീണമുണ്ട്. പിന്നെ ഞാൻ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇടയില്ല. അപ്പൊ ഈ പേച്ചീൻ്റെ അടുത്ത് ഫൗണ്ടേഷനിൽ ഉണ്ടായിട്ട് അതെല്ലാം ഞാൻ ഇട്ടിട്ട് ഞാൻ അതിന് ഡബിൾ ഉള്ളതിനെക്കാട്ടിയും കരിയായി ഇപ്പൊ ഫൗണ്ടേഷനെല്ലാം ഇട്ടിട്ട്. എനിക്ക് വലിയ പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രി ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിനി. ഇന്നിട്ടപ്പോൾ ഞാൻ കുറച്ച് കറുപ്പടിച്ച പോലെ എനിക്ക് തോന്നി. ഇന്ന് ആകെപ്പാട് എനിക്ക് എന്നെ മാറ്റിയിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം നമ്മളെ കല്യാണ വിശേഷങ്ങൾ. എല്ലാവരും കുപ്പായെല്ലാം മാറ്റി. ഞാനും മേലായിട്ട് കുപ്പായെല്ലാം മാറ്റിട്ട് ഫസ്റ്റ് മേലും കാക്കി ഒരു മാക്സി എടുത്തിട്ട് ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങി ഗൈസ്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് നമ്മൾ കല്യാണത്തിനടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ, നമ്മളെ ഒരു മാറ്റി ഒരുങ്ങിയ ലുക്കെല്ലാം ഇഷ്ടപ്പെട്ടിനോ എന്നുള്ളത് എന്തായാലും കമൻറ്റിലൂടെ പറയണം. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.